നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയിൽ ഭൂചലനം 4.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ചൈനയിൽ ഉണ്ടായിരിക്കുന്നത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജിയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാവിലെ 6:29 ഭൂചലനമുണ്ടായത്. 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം രേഖപ്പെടുത്തിയത്. യുനാൻ പ്രവിശ്യയിലെ കുൻമിങ് നഗരത്തെ കേന്ദ്രീകരിച്ചാണ് ഭൂകമ്പം ഉണ്ടായത്. ഭൂകമ്പത്തെ തുടർന്ന് കെട്ടിടങ്ങൾ കുലുങ്ങി. തീർച്ചയായിട്ടും ഈ കെട്ടിടങ്ങൾ കുലുങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം, ആശങ്ക അത് ജനങ്ങൾക്കിടയിൽ ഉണ്ടായി. അക്ഷരാർത്ഥത്തിൽ സകലരും നടുങ്ങുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കെട്ടിടങ്ങൾ കുലുങ്ങിയെങ്കിൽ പോലും വലിയ ആളപായത്തിലേക്ക് അല്ലെങ്കിൽ നാശനഷ്ടങ്ങളിലേക്ക് ഈ ഒരു ഭൂകമ്പം എത്തിയില്ല എന്നത് ഏറ്റവും ആശ്വാസകരമാണ്. ആർക്കും പരിക്കുകൾ പറ്റിയില്ല. മെയ് 12 പുലർച്ചെ 2:41 ടിബറ്റിലെയും ചൈനയിലെയും ചില ഭാഗങ്ങളിൽ 9 കിലോമീറ്റർ ആഴത്തിൽ 5.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായതും ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. റിക്ടർ സ്കെയിലിൽ 5.7 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂചലനവും ഈ ഒരു ടിബറ്റിൽ ഉണ്ടായി എന്നതും ശ്രദ്ധേയം. ഭൂനിരപ്പിൽ നിന്ന് 10 കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. നാശനഷ്ടങ്ങളൊന്നും അന്നും റിപ്പോർട്ട് ചെയ്തില്ല. തുടർ ചലനങ്ങൾക്ക് സാധ്യത കൂടുതലാണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. ടിബറ്റിൽ തുടർച്ചയായ ഭൂചലനങ്ങൾ ഉണ്ടായതും അക്ഷരാർത്ഥത്തിൽ ചൈനയെ നടുക്കിയിരിക്കുകയാണ്. മെയ് 8 ഇതേ പ്രദേശത്ത് 3.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായി. ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തോട് അടുത്ത് സംഭവിക്കുന്നത് കൊണ്ട് അവ വളരെ അപകടകരമാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രകമ്പനങ്ങൾ ഭൂമിയിൽ കൂടുതൽ തീവ്രമായി അനുഭവപ്പെടുമെന്നും നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി വ്യക്തമാക്കുകയുണ്ടായി. ടിബറ്റിലുണ്ടായ ഭൂചലനങ്ങൾ റിക്ടർ സ്കെയിലിൽ 4.1 തീവ്രത രേഖപ്പെടുത്തുന്ന ഭൂകമ്പം അതുണ്ടായതും 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത്. ഇനിയും തുടർ ചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന അധികൃതരുടെ മുന്നറിയിപ്പൊക്കെ നിലനിൽക്കവെയാണ് വീണ്ടും ഇത്തരത്തിലൊരു ഭൂചലനം ഉണ്ടായിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ 2 ഭൂകമ്പങ്ങൾ നേരത്തെ ടിബറ്റിലുണ്ടായത് ജനങ്ങളെ വലിയ രീതിയിൽ ആശങ്കയിലാക്കിയിരുന്നു. ഭൂകമ്പത്തിൽ ആളപായം ഉണ്ടായിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയതാണ് വളരെ ആശ്വാസകരമായ ഒരു കാര്യം. കഴിഞ്ഞ ആഴ്ചയും ടിബറ്റിൽ ഭൂചലനമുണ്ടായി. നേപ്പാൾ, ടിബറ്റ് എന്നീ രാജ്യങ്ങൾ ഭൂചലനങ്ങൾ സർവ്വസാധാരണമാണ്. മാത്രമല്ല, ടിബറ്റിൽ ജനുവരി ആദ്യ ആഴ്ച ഉണ്ടായ ഭൂകമ്പത്തിൽ 120-ലേറെ പേർ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 200-ഓളം പേർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. അന്ന് റിക്ടർ സ്കെയിലിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ജനുവരിയിലുണ്ടായത്. സ്വയം ഭരണ പ്രദേശമായ ടിബറ്റ് മേഖലയിൽ ചാങ്സുവോ, കിൽവോ, കുവോ ഗുവോ എന്നീ പ്രദേശങ്ങളിലുള്ളവരാണ് ഭൂകമ്പത്തിൽ അന്ന് മരിച്ചത്. നേപ്പാളിലും ടിബറ്റിലും ഉണ്ടാകുന്ന തീവ്രത കുറഞ്ഞ ഭൂകമ്പങ്ങൾ തീവ്രതയേറിയ ഭൂകമ്പങ്ങളെക്കാൾ അപകടകരമാണ് എന്നാണ് അധികൃതർ നൽകുന്ന മുന്നറിയിപ്പ്. കാരണം തീവ്രത കുറഞ്ഞ ഭൂകമ്പങ്ങൾ ഉപരിതലത്തോട് അടുക്കുമ്പോൾ കൂടുതൽ ഊർജ്ജം പുറത്തുവിടും, കൂടുതൽ തീവ്രമായ പ്രകമ്പനങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാകുകയും ചെയ്യും. ജനുവരി 24 ശേഷം ടിബറ്റിൽ നിരവധി ഭൂകമ്പങ്ങളും തുടർ ചലനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ടെക്ടോണിക് പ്ലേറ്റുകൾ കൂട്ടിയിടിക്കുന്നതിനാലാണ് ടിബറ്റിൽ തുടരെ ഭൂചലനങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അധികൃതർ അറിയിച്ചത്. ഇന്ത്യൻ ടെക്ടോണിക് പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി കൂട്ടിമുട്ടുന്നതാണ് ഭൂചലനത്തിലേക്ക് നയിക്കാൻ കാരണമാകുന്നത്. ഭൂമിശാസ്ത്രപരമായി തെറ്റായ നിലയിലാണ് ടിബറ്റും നേപ്പാളും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ രാജ്യങ്ങളിൽ ഭൂകമ്പങ്ങൾ പതിവാണ്. അതേസമയം ഈയിടയ്ക്ക് പാകിസ്ഥാനിൽ ഭൂചലനമുണ്ടായി. റിക്ടർ സ്കെയിലിൽ 4.0 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷം രൂക്ഷമായി നിൽക്കവെയായിരുന്നു പാകിസ്ഥാനിൽ ഭൂചലനം ഉണ്ടായത്. നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചത് 1:44 പുലർച്ചെ 1:44 ഈ ഭൂചലനം ഉണ്ടായത് എന്നാണ്. ആളപായമോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. വീണ്ടും പാകിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായി. 1:26 ഉച്ചയ്ക്ക് 1:26 പിന്നീട് ഭൂകമ്പം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 4.6 തീവ്രതയാണ് രേഖപ്പെടുത്തിയത്. ഈ ഭൂകമ്പത്തിൽ നാശനഷ്ടങ്ങളോ ആളപായമോ ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല. പാകിസ്ഥാനിൽ തുടർച്ചയായി 2 ഭൂകമ്പങ്ങൾ ഉണ്ടായി. ഇത് അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ ഒന്നടങ്കം നടുക്കിയതായിരുന്നു. രാവിലെ 5.7 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ആദ്യം രേഖപ്പെടുത്തുന്നു. തുടർന്ന് മണിക്കൂറുകൾക്ക് ശേഷം 4.0 തീവ്രത രേഖപ്പെടുത്തിയ മറ്റൊരു ഭൂകമ്പം ഉണ്ടാകുന്നു. ഇതിന് 2 ദിവസത്തിന് ശേഷം വീണ്ടും ഭൂകമ്പം ഉണ്ടാകുന്നു. തീർച്ചയായിട്ടും പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ മുൾമുന്നിൽ നിർത്തിയ ഭൂചലനങ്ങളാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ വളരെ വലിയ ചെറിയ രീതിയിലുള്ള ഭൂകമ്പങ്ങൾ അത് വളരെ അപകടകരമാണ് എന്ന് വിദഗ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ്. ഇന്ത്യൻ യൂറേഷ്യൻ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലുള്ള സജീവ അതിർത്തിയിലാണ് പാകിസ്ഥാൻ സ്ഥിതി ചെയ്യുന്നത്. ഇതിനാൽ തന്നെ ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ.
എന്തായാലും ചൈനയിലെ ഭൂകമ്പം, പാകിസ്ഥാനിലെ ഭൂകമ്പം, തിബറ്റിലെ ഭൂകമ്പം ഇതൊക്കെ അക്ഷരാർത്ഥത്തിൽ നടക്കുന്നത് തന്നെയാണ്. ഇനി നമുക്ക് മറ്റൊരു വാർത്ത കൂടി നോക്കാം. ഇപ്പോൾ ചൈനയിൽ ഏറ്റവും കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭൂകമ്പം അത് വലിയ ആളപായമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും അത് വലിയൊരു കുലുക്കമുണ്ടായ ജനങ്ങളെ വലിയധികം ഭീതിയിലാഴ്ത്തിയിരുന്നു. എന്തായാലും നമ്മളിനി നോക്കാൻ പോകുന്നത് ചൈനയ്ക്കേറ്റ ഒരു കനത്ത തിരിച്ചടിയെ പറ്റിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകി. എന്നാൽ ആ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് മാത്രമല്ല, ചൈനയ്ക്ക് കൂടിയുള്ളതാണ്. എങ്ങനെയെന്നല്ലേ? ട്രംപിനോട് പോലും കൊമ്പുകോർത്ത് മുന്നേറുകയാണ് ചൈന. ഇന്ത്യക്ക് മുന്നിൽ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് ചൈന. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ചൈനയും ഇന്ത്യക്ക് മുന്നിൽ നാണം കെട്ട് നിൽക്കുകയാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ചൈനയിൽ ഇല്ലാത്തതായി ഒന്നുമില്ല. ചൈനീസ് സാധനങ്ങൾ കണ്ടാൽ നമുക്ക് ആദ്യമൊക്കെ നല്ല അടിപൊളിയാണെന്ന് തോന്നും, പക്ഷേ ഉപയോഗിച്ചാൽ അത് ഒന്നുമല്ലെന്ന് മനസ്സിലാകും. നമുക്കറിയാം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു ഗുണനിലവാരം എത്രത്തോളം ഉണ്ട് എന്നത് നമുക്കറിയാവുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ ഇത് ശരിയാണ് എന്ന് കുറെ കൂടി മനസ്സിലായി. അതായത് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളിൽ മാത്രമല്ല, എന്തിന് ആയുധങ്ങളിൽ പോലും ചൈനയ്ക്ക് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല എന്നാണ് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചൈനയുടെ എക്കാലത്തെയും അടുപ്പക്കാരനാണ് പാകിസ്ഥാൻ. പാകിസ്ഥാൻ നൽകിയ ആയുധങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ഇന്ത്യക്ക് ചെറിയൊരു ഭീഷണി ഉയർത്താൻ പോലും സാധിച്ചിട്ടില്ല. ഇന്ത്യയുടെ തിരിച്ചടികൾ തടുക്കാനാവാതെ പാകിസ്ഥാൻ വെട്ടിലായിരിക്കുകയാണ്. വെടിനിർത്തലിന് പിന്നിലെ കാരണങ്ങളൊന്നും ഇതാണ്: അനുമതിയില്ലാതെ അതിർത്തി കടന്നാൽ ആ നിമിഷം അത് തിരിച്ചറിയുമെന്നും ഏതു തരത്തിലുള്ള ആക്രമണത്തെയും ചെറുക്കുമെന്നും ചൈനയുടെ വാദങ്ങൾ തകർന്നടിഞ്ഞിരിക്കുകയാണ്. പാകിസ്ഥാന് വ്യോമ പ്രതിരോധ സംവിധാനം നൽകിയത് ഈ വാദങ്ങൾ ഉന്നയിച്ചാണ്. ഇന്ത്യൻ അതിർത്തിയിൽ ഉൾപ്പെടെ വിന്യസിച്ചിരുന്നത് ഇതായിരുന്നു. പക്ഷേ ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇതിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ ഉൾപ്പെടെയുള്ള പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ഇന്ത്യ തകർത്തു തരിപ്പണമാക്കുകയും ചെയ്തു. ആയുധങ്ങൾ ഉൾപ്പെടെ എല്ലാ തരത്തിലുമുള്ള സഹായവും പാകിസ്ഥാന് ചൈന നൽകി. പക്ഷേ അവർ സമ്മതിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ വ്യക്തമായ ചില കാരണങ്ങളുണ്ടെന്നാണ് വിദഗ്ധർ നിഗമനത്തിലെത്തിയിരിക്കുന്നത്. ചൈനീസ് ആയുധങ്ങളുടെയും സാങ്കേതിക വിദ്യയുടെ ഉപഭോക്താക്കളായ പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് ആയിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള കടുത്ത ശത്രുത ചൈനീസ് ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചു. പഹൽഗാം ആക്രമണത്തിനെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തിരിച്ചടി നൽകിയ ഇന്ത്യക്ക് നേരെ പാകിസ്ഥാൻ ആക്രമിക്കാൻ മുതിർന്നപ്പോൾ ആ അവസരത്തെ തങ്ങളുടെ ആയുധങ്ങളുടെ ശക്തി ലോകത്തിന് മുന്നിൽ തെളിയിക്കാനുള്ള അവസരമായാണ് ചൈന കണ്ടത്. പക്ഷേ ചൈനയ്ക്ക് പിഴച്ചു. പ്രതിരോധത്തെ തകർത്ത് ഇന്ത്യക്കുള്ളിൽ പാകിസ്ഥാൻ ശക്തമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ അത് തങ്ങളുടെ ആയുധങ്ങളുടെ മികവായി ചൈന ചൂണ്ടിക്കാണിച്ചേനെ. അതിലൂടെ ആയുധ കമ്പോളത്തിലെ മേധാവിത്വം അവർ പിടിച്ചെടുക്കുമായിരുന്നു. പാകിസ്ഥാന് പുറമെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ചൈന ആയുധങ്ങളും പ്രതിരോധ ഉപകരണങ്ങളും നൽകിയിരുന്നു. കൂടുതൽ രാജ്യങ്ങളിലേക്ക് തങ്ങളുടെ ആയുധങ്ങൾ എത്തിക്കുന്നു, സമ്പത്ത് വർദ്ധിപ്പിക്കാനാകും എന്ന് ചൈന ഇതിലൂടെ വിചാരിക്കുന്നു. പക്ഷേ ചൈനയുടെ ലക്ഷ്യങ്ങളെ ഇന്ത്യ നിമിഷങ്ങൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കിയിരുന്നു. ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളെ തോൽപ്പിക്കാൻ ലോകത്ത് മറ്റൊരു ശക്തിയുമില്ല എന്ന് തെളിയിക്കപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനെതിരെ ഇന്ത്യ പ്രയോഗിച്ചതിൽ അധികവും ബ്രഹ്മോസ് പോലെ ഇന്ത്യ സ്വയം വികസിപ്പിച്ച ആയുധങ്ങളായിരുന്നു. ഇന്ത്യയുടെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയും മറ്റും പാകിസ്ഥാൻ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളെ ഞൊടിയിട കൊണ്ടാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത്. ഇതിനൊപ്പം പാക് കേന്ദ്രങ്ങളിൽ ശക്തമായ ആക്രമണം നടത്താനും സാധിച്ചു. ചൈനയിൽ നിന്ന് കോടികൾ മുടക്കി പാകിസ്ഥാൻ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനത്തെ നോക്കുകുത്തിയാക്കിയായിരുന്നു ആക്രമണങ്ങളെല്ലാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.